മതവിശ്വാസികളായ സഹോദരന്മാര് അതിന് പ്രതിവിധി തേടാനും എന്ന് കരുതി അരയും തലയും മുറുക്കി ഈ രംഗത്തേക്ക് ഇറങ്ങി വന്ന് സ്വാഭിമാന ഹിന്ദു സ്വാഭിമാന സഭ എന്ന പേരിൽ പുതുതായി ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് മുൻപോട്ട് വന്നതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അങ്ങനെയുള്ള സഭയ്ക്ക് ഇന്ന് നടക്കുന്ന ഈ പ്രഥമ യോഗത്തിൽ ആധ്യക്ഷം വഹിക്കുന്നതിന് എന്നെ ക്ഷണിച്ച് എനിക്ക് അല്പസമയമെങ്കിലും ഇവിടെ വരുന്നതിനും നിങ്ങളോട് ആശയവിനിമയം ചെയ്യുന്നതിനും ഒരവസരമുണ്ടാക്കി തന്നു. അതുമാത്രമല്ല, പ്രഭാഷണത്തിൽ അത്യുജ്വലമായി ശോഭിക്കുന്ന ശ്രീമതി ശശികല ടീച്ചറുടെ പ്രഭാഷണം കേൾക്കാനുള്ള ഒരു സുവർണാവസരം കൂടി എനിക്ക് ലഭിച്ചല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ ഭാരവാഹികളോടുള്ള ഹൈതവുമായ നന്ദി ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുക. സഹോദരരെ, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നൊരു മഹാകവി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാരതമെന്ന രാജ്യത്തിന്റെ പേര് കേട്ടാൽ ഉടനെ അഭിമാനപൂരിതമാകണമെങ്കിൽ തീർച്ചയായിട്ടും അഭിമാനത്തിന് കാരണങ്ങളായ പല സംഗതികളും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാകും. അത് ഒന്നാമതായി നമുക്ക് എടുക്കാവുന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യമാണ്. ലോകോത്തരമായ ഒരു സംസ്കാരത്തിന്റെ ഉടമയാണ് ഭാരതം. ആ സർവോത്കൃഷ്ടവും സർവതോമുഖവുമായ ഒരു ലക്ഷ്യത്തോടുകൂടി വളർന്നു വരുന്ന ഈ ഭാരതത്തിലെ ആ സാംസ്കാരികമായ ഉന്നമനം നിലനിൽക്കുമ്പോൾ തന്നെയും പല രാജ്യങ്ങളും സാംസ്കാരികമായി പിന്നീട് ഉയർന്നു വന്ന പല രാജ്യങ്ങളും ആ വനവാസം ചെയ്ത് മൃഗങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ വളർന്നു വന്ന അനേക സംസ്കാരങ്ങളും അതാത് കാലങ്ങളിൽ മുരടിച്ചു പോയിട്ടുണ്ട്. ഈ മുരടിപ്പൊന്നും ഉണ്ടാകാതെ ഇന്നും നിലനിൽക്കുന്ന സനാതന സംസ്കാരമാണ്, ലോകോത്തര സംസ്കാരമാണ് ഭാരത സംസ്കാരം. ആ ഭാരത സംസ്കാരത്തിന് ഇന്നും ചിലപ്പോൾ വേണമെങ്കിൽ ചില മറ്റെല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടാകുന്നത് പോലെയുള്ള ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എന്നാൽ തന്നെയും ഇതിന്റെ ഉത്കൃഷ്ടതയ്ക്കും സനാതനത്തിനും ഉള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു ഉറച്ച ഒരു സംസ്കാരമാണ് ഭാരതത്തിന്റെ. ആ സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കാരമാണ്. ഹൈന്ദവ സംസ്കാരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ ഹൈന്ദവ സംസ്കാരത്തിന്റെ മാഹാത്മ്യം ഹൈന്ദവരായ ഈ നാട്ടുകളിലെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ കുറച്ചുനാള് അമേരിക്കയിൽ ഒന്ന് പോകാനിടയായി. അവിടെ വിദ്യാസമ്പന്നരും വളരെ വയോവൃദ്ധരുമായ 2-3 ജനങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ഭാരതത്തിലെ സംസ്കാരത്തെ പറ്റി അവർ സംസാരിച്ചപ്പോഴാണ് എനിക്ക് അല്പം രോമാഞ്ചമുണ്ടായിപ്പോയത്. ആത്യന്തികമായ ജീവിത ലക്ഷ്യം ശരിക്കും സാധ്യതപ്രായമാക്കുന്നതിന് അവസാന കാലത്ത് ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ആർക്കും വന്നെത്താവുന്ന ഒരു രാജ്യമായി അവർ കണ്ടത് ഭാരതത്തെയാണ്. അത്രമാത്രം മഹത്തായ പാരമ്പര്യമുള്ള ഈ ഭാരതം ഇന്ന്, അല്ലെങ്കിൽ ആ ഭാരതത്തിന്റെ പാരമ്പര്യത്തിന് കാരണക്കാരായ ഹൈന്ദവ ജനങ്ങള്, ഹിന്ദുജനങ്ങള് ഇന്ന് ഛിന്ന ഭിന്നമായി നിന്നുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് ഈ ഹിന്ദുക്കൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ലാത്ത നിലയിൽ ഇന്ന് അകപ്പതിപ്പിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോഴാണല്ലോ ഈ മാവേലിക്കരയിൽ ചിലർക്കൊക്കെയെങ്കിലും ആ ഉണർവുണ്ടായി മുൻപോട്ട് വന്നത്.
ഈ ഭൂമിയിൽ ഉൽപ്പന്നമാകുന്ന സർവ്വ വസ്തുക്കൾക്കും എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുക സ്വാഭാവികമാണ്. അതുപോലെ ഈ ഭാരത സംസ്കാരത്തിനും അല്പം താഴ്ച സംഭവിച്ചിട്ടുള്ള സന്ദർഭങ്ങൾ പലതുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഈ സംസ്കാരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാൽ കാലാകാലങ്ങളിൽ ഉദിച്ചുയർന്ന മഹാരഥന്മാരുണ്ടായിരുന്നു. അവരെയാണ് നാം അവതാര പുരുഷന്മാരെന്ന് പറയുന്നത്. ഭാരത സംസ്കാരത്തിന്, ഈ ഹൈന്ദവ സംസ്കാരത്തിന് പാളിച്ചകൾ എപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള അവതാര പുരുഷന്മാർ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാനിവിടെ അത് പറഞ്ഞതിന്റെ സമയം അപഹരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു സന്ദർഭം എന്ന് പറയുന്നത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഹൈന്ദവ സംസ്കാരം സ്വാർത്ഥമതികളായ ചില പുരോഹിതന്മാരുടെ ദുർവ്യാഖ്യാനം കാരണം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നുള്ള ആ ഗുണകർമ്മ വിഭാഗശ എന്നുള്ളതങ്ങ് മാറ്റി നിർത്തിയിട്ട് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഹിന്ദു സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അടിസ്ഥാന വർഗങ്ങളെ അകറ്റി നിർത്തി പുറമ്പോക്കിൽ നിർത്തിക്കൊണ്ട് അവരുടെ കുംഭമേൽപ്പിക്കുന്നതിനുള്ള ഒരു പ്രവണത ഉണ്ടായ കാലത്താണ് ഇവിടെ അധപതനം സംഭവിച്ചത്. ആ അധപതനത്തിൽ നിന്നാണ് വിദേശികൾ നമ്മെ ഭരിക്കാനിടയുണ്ടായത്. അങ്ങനെയുണ്ട്. അത് ഇപ്പോൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഇന്നും അല്പാൽപ്പം അങ്ങും ഇങ്ങുമൊക്കെ പോരുന്നുണ്ട്. അത് കുറേശ്ശെയൊക്കെ കാണുന്നുണ്ട്. അത് ശരിയായിട്ട് മാറിപ്പോയിട്ടില്ല. അങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള പുരോഹിത വർഗം ചെയ്തതിനാണ് പറയുന്നത്, ശ്രീരാമനെ കൊണ്ടും ധർമ്മനിഷ്ഠനായ ശ്രീരാമനെ കൊണ്ടും ദുഷ്കർമ്മം ചെയ്യിക്കാൻ അവർ പ്രേരിതരായി. നിങ്ങൾക്കറിയാം, ശംഭുകമുനി തപസ് ചെയ്തപ്പോഴുണ്ടായ സംഭവം നിങ്ങൾക്കറിയാം. അതിന് മഹാനായ ലോകോത്തര ശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീരാമനെ കൊണ്ട് എന്തു പറഞ്ഞു? രേ ദക്ഷിണഹസ്ത വിപ്രതനയിൽ ജീവിക്കുവാൻ വേണ്ടി നീ ഘോരം ഖഡ്ഗമയയ്ക്ക ശൂദ്രനുനിതൻ നേരേ മടിക്കേണ്ടു. ശ്രീരാമൻ തന്റെ വലതു കൈയോടാണ് പറയുന്നത്. രേ ദക്ഷിണഹസ്ത വിപ്രതനയിൽ ജീവിക്കുവാൻ വേണ്ടി നീ ഘോരം ഖഡ്ഗമയയ്ക്ക. ആരുടെ നേരെ? ശൂദ്രമുനി തന്നെ മടിക്കേണ്ടു. അതിൽ അദ്ദേഹം ഒരു സാധൂകരണം കൂടെ കൊടുക്കുന്നുണ്ട്. പാരം ഗർഭവരാത്രയാം ക്ഷിതിജയെ കൈവിട്ട ഗംഗയവനാം ഈ രാമന്റെ ഒരു അംഗമാകിന നിനക്ക് എങ്ങൊന്നു വന്നു കൃപ. ഒട്ടും കൃപ കാണിക്കേണ്ട. ശൂദ്രമുനിയുടെ നേരെ അമ്പയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മഹാന്മാരിൽ മഹാനായ ആദരണീയനായ അവതാരപുരുഷനെ കൊണ്ടുപോലും ഒരു ശൂദ്രമുനിയെ കൊല്ലുന്നതിന് പ്രേരണ നൽകിയ ഒരു സംസ്കാരം അന്നുണ്ടായിരുന്നു. അതാണ് അന്നത്തെ സംസ്കാരം. ആ സംസ്കാരം കൊണ്ടാണ് ഞാൻ മുൻപ് പറഞ്ഞ ഭൂരിപക്ഷം ജനങ്ങളും തിരിഞ്ഞു പറഞ്ഞ് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് നിൽക്കക്കണ്ണിയില്ലാതായപ്പോൾ മതപരിവർത്തനം. ഞാൻ ദൂരെ കൊണ്ടുപോകുന്നില്ല, കാരണം ശശികല ടീച്ചർ സമയം എടുത്തെന്ന് പറഞ്ഞ് വഴക്കൂടി. ആ മതപരിവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ആ രംഗത്തേക്ക് വന്ന് ഒരു ജാതി ഒരു മതം എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടെന്ന ആ മഹത്തായ സന്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തോട് അടുത്തു നിന്ന പലരും അവിടെ നിന്ന് മതപരിവർത്തനത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച് അനുവാദം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, പല മതസാരവും ഏകം എന്ന് പറഞ്ഞു. പല മതസാരവും ഏകം. എല്ലാ മതത്തിന്റെയും സാരം ഒന്നാണ്. വെറുതെ ഇരുന്നാലൊക്കില്ല. നിങ്ങൾ എല്ലാ മതത്തെയും പറ്റി പഠിക്കണം. എല്ലാ മതത്തെയും പറ്റി പഠിച്ചാൽ എല്ലാത്തിന്റെയും ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. മാർഗം പലതാകാം, പല മാർഗമാകാം. പക്ഷേ ആ ലക്ഷ്യം ഒന്നു തന്നെയാണ്. പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അദ്ദേഹം അതിനെ നിരോധിച്ചു. പലരും അന്ന് മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കുറേശ്ശെ നാം കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നിർത്താൻ വേഗം പോവുകയാണ്.
ഇപ്പോഴും വരുന്നുണ്ട്. എനിക്ക് പറയുവാനുള്ളത്, ഈ സഭയെ പോലെ സഭ പ്രവർത്തിപ്പിക്കാൻ സന്നദ്ധരായി വന്നിട്ടുള്ള ശ്രേഷ്ഠന്മാരായ സഹോദരന്മാരെ പോലെ തന്നെ മറ്റുള്ളവരും കൂടെ ചേർന്നിട്ട് ഹിന്ദുക്കളുടെ പ്രവർത്തനത്തിന് ഐക്യമുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ ജനതയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പലരും ഇവിടെ ക്രിസ്തുമതം വളർന്നു വന്നു അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നിർത്തിക്കൊണ്ട് രാജ്യം ഭരിക്കാൻ തന്നെ അവർ സന്നദ്ധരായി വരുന്നുണ്ട്. ആ ക്രിസ്തുമതത്തിൽപ്പെടുന്നവർ 90% ഹിന്ദുക്കളാണ്, മതപരിവർത്തനം ചെയ്തവരാണ്, നമ്മുടെ മതത്തിൽ നിന്ന് പോയവരാണ്. അല്ലാതെ യെരൂശലേമിൽ ഇങ്ങോട്ട് വന്നവരല്ല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഇവിടെ ഹിന്ദുക്കൾ തന്നെ പരിവർത്തനം ചെയ്ത് അവർ പോയിട്ടുള്ളവരാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ താഴത്തേക്ക് കണ്ണില്ല, താഴത്തേക്ക് കണ്ണോടിച്ചില്ല. ഉയർന്ന ഒരു മണ്ഡലത്തിൽ മാത്രം നിന്നുകൊണ്ട് ആ ഉയർന്ന മണ്ഡലത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച് മതത്തെ അതിനുവേണ്ടി കരുവാക്കി. അപ്പോഴാണ് സാധാരണ ജനങ്ങൾക്കിതിൽ അല്പം വിശ്വാസം കുറഞ്ഞു വന്നത്. ഭൗതികമായ നേട്ടമാണ് സഹോദരൻ കൂടുതലും ആഗ്രഹിക്കുന്നത്, ഭൗതിക നേട്ടമാണ്. ആ അപ്പകർഷങ്ങൾ കാട്ടിക്കൊണ്ടാണ് പലരും ഇന്നും നമ്മുടെ സഹോദരരായ പാപങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതുമാത്രമാണ് ലക്ഷ്യം. ഭൗതികവും ആത്മീയവുമായ ലക്ഷ്യം കണക്കാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ആത്മീയതയുടെ പ്രത്യേകത ഗുണങ്ങൾ എന്തെല്ലാമെന്ന് സാധാരണക്കാരെ പഠിപ്പിച്ച് അവരെ കൂടി വളർത്തിയെടുത്ത് അവരും നമ്മുടെ സഹോദരരാണ് എന്ന് കരുതി നമ്മളോടൊപ്പം സമത്വം നൽകി കൊണ്ടുവരാനുള്ള ഒരു പരിപാടി ആവിഷ്കരിച്ച് മുൻപോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഈ സംരംഭം വിജയത്തിലെത്തി തന്നെ ചെയ്യും. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഇതിന് മുന്നോട്ട് വന്നവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കിത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ ഹൈന്ദവർ ഒന്നായി നിന്ന് മുൻപോട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ മിക്കവാറും പേർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈന്ദവ സംസ്കാരം എന്താണെന്നും ഹിന്ദുമതം എന്താണെന്നും ഹിന്ദുമതം കൊണ്ട് മനുഷ്യൻ സാധിക്കാവുന്നത് എന്താണെന്നും നല്ല ക്ലാസുകൾ കൊടുത്ത് ബാല്യം മുതൽ തന്നെ കുട്ടികളെ അത് വിജ്ഞാനമുള്ളവരാക്കി തീർത്ത് ആ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പരിപാടികൾ ആവിഷ്കരിച്ചു കൊണ്ടുവരണം. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിന് തുടക്കമിട്ടിരിക്കുകയാണ്. ആ തുടക്കം വിജയിച്ചു വരട്ടെ, അതിന് ഈശ്വരൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന പ്രതീക്ഷിച്ചിരിക്കുന്ന മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് ശ്രീമതി ശശികല ടീച്ചറെ ഞാൻ ബഹുമാനപൂർവ്വം ക്ഷണിക്കാം. വേദിയിലെ മാനനീയ പ്രമുഖരെ, സ്നേഹം നിറഞ്ഞ ബന്ധുജനങ്ങളെ, മാവേലിക്കരയിലെ ഹൈന്ദവ സമൂഹത്തിൽ സ്വാഭിമാനം വീണ്ടെടുക്കണം എന്നുള്ള ശക്തമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ഈ ഒന്നാം സ്വാഭിമാന സഭ. തീർച്ചയായും വളരെ മനഃശാസ്ത്രപരമായി അറിവുള്ള ആരുടെയൊക്കെയോ ചിന്ത ഇതിന്റെ പുറകിലുണ്ട്. മനഃശാസ്ത്രപരമായ അറിവ് മാത്രമല്ല, ചരിത്രപരമായ അറിവും കൂടി അവരിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിൽ ആകെ കുറവുള്ള ഒരേ ഒരു വസ്തു അത് സ്വാഭിമാനമാണ് എന്ന തിരിച്ചറിവ്. അതുണ്ടായാൽ ബാക്കിയെല്ലാം ഉണ്ടായിക്കൊള്ളും എന്നുള്ള ആ വലിയ അറിവ്, അതിൽ നിന്നൊക്കെ ആണ് ഇങ്ങനെയൊന്ന് ഒരുമിച്ചിരുന്ന് ഇത് തുടക്കം മാത്രമാണ്, ഒടുക്കമല്ല. വളരെ 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 ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ചെറിയ തുടക്കത്തിനാണ് നമ്മൾ ഇന്നിവിടെ തിരിതെളിച്ചിരിക്കുന്നത്. ഹൈന്ദവ ധർമ്മത്തിന് ഭാരതത്തിൽ സംഭവിച്ച ച്യുതി, അത് നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ അറിയാതെ വളരെ ആസൂത്രിതമായി കടത്തിവിട്ട പല പ്രചരണങ്ങളും അത് നമ്മെ തളർത്തിയിട്ടുണ്ട്, നമ്മുടെ അഭിമാനം കെടുത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള, നമ്മളൊരു പക്ഷെ ചിന്തിക്കാതെ നമ്മളെ കൊണ്ടുപോലും അതാണ് ശരി അല്ലെങ്കിൽ അത്തരത്തിലെ ഇതൊക്കെയാണ് എന്ന് പറയിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഗവേഷണ ഫലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചു. അത് നമ്മളിൽ നിന്ന് ഇന്നും പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ വിചാരിക്കുന്നതെല്ലാം ആകസ്മികമായി വരുന്നത് അല്ലെങ്കിൽ ഇതാണ് അറിവ്. പക്ഷെ അത്തരം അറിവുകൾ, വികലമായ ചില അറിവുകൾ നമ്മളിലേക്ക് എത്തിക്കുന്നതിൽ തുടങ്ങി അവിടെ നമ്മുടെ സ്വാഭിമാനം നശിപ്പിച്ചു.
ഇപ്പൊ പ്രത്യേകമായി നമ്മളെല്ലാം ഇന്നും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ വിഷമം, നമ്മളിൽ ഉച്ചനീചത്വം ഉണ്ടാക്കിയിരുന്ന ജാതി വ്യവസ്ഥ, അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക. ഇവിടെ നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഒരു മതവിഭാഗം സ്വന്തം ആചരണങ്ങളുടെയോ സ്വന്തം അനുഷ്ഠാനങ്ങളുടെയോ യാഥാർത്ഥ്യമെന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ ഒരിക്കലും അതിന്റെ തെറ്റവര് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴും അപമാനകരമായ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ തയ്യാറാകില്ല എന്നുള്ളത് നമ്മുടെ ഇതുവരെയുള്ള അതിന്റെ ഏത് വിശ്വാസമായിക്കോട്ടെ. ഏതാണെങ്കിലും ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2 എന്ന് പറഞ്ഞത് കാരണം അത് അഭിമാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2, ഇതാണ് ശരി എന്ന് പറയുമ്പോൾ നമ്മളിലേക്ക് ഇതേ ആളുകൾ തന്നെ എത്തിച്ചതാണ് നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റ് എന്നുള്ളത്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ അബദ്ധമായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ അബദ്ധങ്ങൾക്കിടയിലും നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. അതിന്റെ എന്തായിരിക്കാം അതിലേക്ക് വഴി തെളിയിച്ചത് എന്നുള്ളിടത്തല്ല നമ്മുടെ ഒന്നും ഗവേഷണം പോയത്. അല്ലെങ്കിൽ എന്തായിരിക്കാം പരസ്പരം നമ്മൾ ആരെയൊക്കെയോ തെറ്റുകാരായിരിക്കട്ടെ. യഥാർത്ഥത്തിൽ എനിക്കറിയുന്ന പുസ്തകത്തിലെ അറിവല്ല, ഗഹനമായ അറിവല്ല, എന്റെ ജീവിതം വെച്ച അറിവ് നമ്മളിൽ ഈ അബദ്ധം ചെയ്യാത്തവരാരും ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ആരെയും പരസ്പരം കുറ്റപ്പെടുത്താനില്ല. എവിടെയൊക്കെയോ നമ്മുടെ അറിവ് കുറഞ്ഞപ്പോൾ, വേണ്ടത്ര പഠനമില്ലാതായപ്പോൾ എല്ലാവരിലും അടിമുടി നമ്മുടെ സമൂഹത്തിൽ ഈ അബദ്ധം നടന്നു. വെളിച്ചമില്ലാഞ്ഞാൽ ഇരുട്ട് എങ്ങനെയാണോ അടക്കി വാഴുക, അത് നമ്മെ എല്ലാവരെയും, ഒരു സമൂഹത്തെയും മാറ്റി നിർത്താനില്ല. എല്ലാവരെയും താഴെ മുതൽ മേളിൽ വരെ അല്ലെങ്കിൽ മുകളിൽ മുതൽ താഴെ വരെ എല്ലാവരും ഇതിനടിമപ്പെട്ടിരുന്നു എന്നൊരു വാസ്തവത്തിൽ നിന്നായിരിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റി അന്വേഷിക്കേണ്ടതും. തികച്ചും അഭിമാനകരമായ അറിവുകൾ മാത്രം നമ്മളിൽ നിലനിർത്താനുള്ള പരിശ്രമം ഉണ്ടാകരുത്. ഇത് അബദ്ധമായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് വെളിച്ചം വന്നപ്പോൾ ഇരുട്ടാകുന്നത്. നമ്മുടെ നവോത്ഥാന നായകന്മാര്, അവതാര സദൃശ്യമായ നമ്മുടെ ആചാര്യന്മാര് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്നതാണ് ഇതിന്റെ സത്യം, ആരെയും കുറ്റപ്പെടുത്താതെ, ആരെയും വിമർശിക്കാതെ, ആരോട് യുദ്ധം പ്രഖ്യാപിക്കാതെ ഇന്നതാണ് ഇതിന്റെ വസ്തുതകൾ എന്ന് നമ്മളിലേക്ക് പറഞ്ഞു തന്നപ്പോൾ തീർച്ചയായും അത് നമ്മളിൽ അഭിമാനം ഉണ്ടാക്കുകയും ആ അഭിമാനം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തെറ്റുകൾ എന്തായിരുന്നുവോ, അബദ്ധം എന്തായിരുന്നുവോ അത് തിരുത്താനും സാധിച്ചു എന്നതൊരു സത്യമാണ്. നമ്മൾ ചിന്തിക്കുക, വെള്ളക്കാരും കറുത്ത വർഗക്കാരും തമ്മിൽ ഉണ്ടായിരുന്ന അകൽച്ചയോ അടിമത്തമോ ഒന്നും ഹൈന്ദവ സമൂഹത്തിന് അപരിചിതമായിരുന്നു. പക്ഷേ അവരെന്നിട്ടും ഒരേ മതത്തിൽ ചെന്ന് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടത്. മതം ഉപേക്ഷിച്ചു പോകുന്നതല്ല, ഒരേ മതത്തിലേക്ക് അവരെ കൂടി ആരെയാണോ അകറ്റി നിർത്തിയിരുന്നത്. വെള്ളക്കാരൻ കഴിക്കുന്ന ഹോട്ടലിൽ കയറാൻ പോലും, മൂന്നാം കടക്കാരനായി പോലും കയറാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കറുത്ത വർഗക്കാരൻ, അവൻ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കാൻ സാഹചര്യമില്ലാതിരുന്ന കറുത്ത വർഗക്കാരൻ, അവൻ നടക്കുന്ന തെരുവിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന കറുത്ത വർഗക്കാരൻ, അവനും ഇവനും ഒരേ മതത്തിലേക്ക് ചേക്കേറുന്നിടത്തേക്കാണ് അവർ അറിവുകൾ പ്രചരിപ്പിച്ചതെങ്കിൽ നമ്മൾ ഇന്നും വിശ്വസിക്കുന്നു ജാതീയമായ ഉച്ചനീചത്വങ്ങളാണ് നമ്മളെ പലരെയും മറ്റു മതങ്ങളിലേക്ക് അകറ്റിയത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ കറുത്ത വർഗക്കാരൻ ഇത്തരത്തില് ഇന്നും ഇതുകൊണ്ട് ഞങ്ങൾ വിട്ടുപോകുന്നില്ല, ഞങ്ങളുടെ പൂർവികരെയൊക്കെ ദ്രോഹിച്ചവരാണ് വെള്ളക്കാര്, അല്ലെങ്കിൽ അവരാണ് ഞങ്ങളെ ഈ മതം പഠിപ്പിക്കുന്നത്, ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അപ്പൊ അതിനപ്പുറമായ മറ്റെന്തൊക്കെയോ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കപ്പുറത്ത് മറ്റെന്തൊക്കെയോ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. അത് അബദ്ധമായിട്ടാണ് എല്ലാവരും ചെയ്തില്ല. അപ്പൊ ആർക്കും ആരെയും കുറ്റപ്പെടുത്താനില്ല. കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് അറിയുമെന്നാ പറയുന്നത്. ഞാനൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനതൊക്കെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. എന്റെ വികൃതമായ രൂപമൊന്നും കണ്ടിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടത് എന്റെ വീട്ടിൽ അത്യാവശ്യം സഹായത്തിനൊക്കെ വന്നിരുന്ന ഒരു ചേച്ചി. ആ ചേച്ചി വളരെ ഇപ്പോഴത്തെ ജാതി നമ്മളെ പഴയ അറിവ് വെച്ച് നോക്കുമ്പോ ജാതി ഘടനയിൽ താഴെ നിൽക്കുന്ന ഒരു സമൂഹത്തിലെയാണ്. ചേച്ചി പുറത്ത് പണിക്ക് പോകുന്നയാളെ. രാവിലെ ഞങ്ങൾ അത്യാവശ്യം സഹായമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുറം പണിക്ക് പോകും. അപ്പൊ പുറംപണി ഉള്ള ദിവസം ഉച്ചഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകില്ല, പുറംപണി ഇല്ലാത്ത ദിവസം ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പൊ ഒരു ദിവസം പുറംപണി ഉണ്ടെന്ന് പറഞ്ഞ ആകെ തിക്കി തിരക്കി പണിയെടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോ അമ്മ ചോറൊന്നും ആക്കി കൊടുത്തില്ല. പക്ഷെ പോവാൻ നേരത്തെ അമ്മയോട് വന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ചോറ് വേണമെന്ന്. അപ്പൊ നിനക്ക് പണിയുണ്ടെന്ന് വിചാരിച്ചിട്ട് ആക്കാന്ന്. പണിയൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ചോറ് ഞങ്ങൾ ഉണ്ടില്ല. ഇത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടതാ. പണിയൊക്കെ ഉണ്ട്, അവരുടെ ചോറ് ഞങ്ങൾ ഉണ്ടില്ല, അവർ അരി തരിക ചെയ്യുക, അത് ഞങ്ങൾ വീട്ടിൽ. ഇവര് സമൂഹത്തിലെ ഏറ്റവും താഴെ, നമ്മൾ അന്നത്തെ ജാതീയ ഘടന നോക്കുമ്പോൾ താഴെ നിൽക്കുന്ന ഒരു വിഭാഗത്തിനെയാണ്. പക്ഷെ അവര് പോലും പറയുന്നത് ഞങ്ങൾ ഇന്ന ഒരാളുടെ ഭക്ഷണം കഴിക്കില്ല. അപ്പൊ ആരൊക്കെയോ ഈ കോഴികളുടെ നയമായിരുന്നു നമ്മളിലുണ്ടായിരുന്നു. കോഴി മുളയാൻ നേരത്തിൽ ലേശം അരിയിട്ട് കൊടുത്തു നോക്കൂ. ഏറ്റവും സീനിയറായ കോഴി തൊട്ട് താഴെയുള്ള കോഴിയെ കൊടുത്തു. തൊട്ട് താഴെയുള്ള ആ കോഴി തിരിച്ചു കൊത്തില്ല. കോഴി നേരെ പോയിട്ട് അതിനേക്കാൾ ജൂനിയർ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞതാരാണോ അതിനെ കൊത്തു. ഒരാളും മേപ്പോട്ടൊന്നും ചെയ്യില്ല, താഴോട്ട്. ഇതുപോലെ ഓരോരുത്തരും മേലെയുള്ളവരെ തൊഴുകുകയും താഴോട്ട് മാറ്റി നിർത്തുകയും ചെയ്ത അബദ്ധം. അപ്പൊ ആ
ധർമ്മത്തിൽ ഉപരിയായിട്ട് മറ്റെന്തൊക്കെയോ എല്ലാവരും ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് ഉപേക്ഷിച്ചു പോകുന്നതിന് ശക്തമായ കാരണം അതായിരിക്കും എന്നുള്ളത് ഇന്നത്തെ ഒരു കാലയളവിൽ വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പ്രചരണങ്ങൾ അങ്ങനെയാണ് നടന്നത് എന്നുണ്ടെങ്കിലും അതിനപ്പുറമായി മറ്റെന്തൊക്കെയോ ഇതിന് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നും ഉച്ചനീചത്വങ്ങളില്ലാത്ത ഇക്കാലത്തും മാവേലിക്കരയിലടക്കം കഴുക ദൃഷ്ടിയോടുകൂടി ആളുകളെ പിടിക്കാൻ വല വീശുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇതിന്റെയൊക്കെ ന്യായങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരവസരം, അഭിമാനം ഉണ്ടാക്കേണ്ട ഒരവസരത്തിലാണ് നമ്മൾ ഈ സ്വാഭിമാന സഭയിൽ ചേർന്നിരിക്കുന്നത്. കാരണം നമ്മുടെ അറിവുകളെല്ലാം സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ട് തന്നെ ആർക്കും ഏത് രൂപത്തിലും ഉപയോഗിക്കാം. ആ ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലെയൊക്കെ മഹത്തായ സത്യങ്ങൾ പലതും വികലമാക്കിയാണ് നമ്മളിലേക്ക് എത്തിയത്. പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ചാതുർവർണ്ണ മയാസൃഷ്ടം എന്ന് നേരത്തെ സാറ് പറഞ്ഞു, അതേ അർത്ഥത്തിൽ തന്നെ എല്ലാം വികലമായ രൂപത്തിൽ. അപ്പൊ നമുക്കപ്പുറം ആരൊക്കെയോ വളരെ ഗംഭീരമായി ഇതിലൊക്കെ പരിശ്രമിച്ചു. അപ്പൊ അവിടെയൊക്കെ തൊട്ട് തിരുത്തലാണ് സ്വാഭിമാന സഭയ്ക്ക് ആദ്യം ചെയ്യാനുള്ളത്. യഥാർത്ഥമായ അറിവുകൾ അതിന്റെ ശുദ്ധിയോടുകൂടി എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇത്തരണത്തിൽ ചെയ്യാനുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ നമുക്കറിയാം, ബ്രാഹ്മണനായി ജനിച്ച ദ്രോണാചാര്യര് അദ്ദേഹം അസ്ത്രവിദ്യ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ക്ഷത്രിയന് വിധിച്ച കർമ്മമാണ്. ആരും അദ്ദേഹം തന്റെ കുലത്തിന് അഹിതമായ കർമ്മമാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയതായി നമ്മൾ കാണുന്നില്ല. ഇന്നും പലരും പറയുന്നു ഏകലവ്യന്റെ കഥയൊക്കെ എടുത്തുകൊണ്ട് അല്ലെ ജാതീയമായ ഇത് കാരണം ഏകലവ്യനെ പഠിപ്പിച്ചില്ല. ഒന്നുകൂടി നമ്മൾ ചിന്തിച്ചാൽ ദ്രോണാചാര്യരെ പഠിപ്പിച്ചിരുന്നത് അവിടുത്തെ രാജകുമാരന്മാരെയാണ്. ആ രാജകുമാരന്മാർ പഠിക്കേണ്ട ധർമ്മം ഒരിക്കലും പഠിക്കേണ്ട വിദ്യ അതൊരിക്കലും സമാജത്തിലെ മറ്റുള്ളവരിലേക്ക് എത്തരുത് എന്നൊരു വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തോടുള്ള ഭക്തിയായിരിക്കാം, രാജ്യ സുരക്ഷയോടുള്ള ശ്രദ്ധയായിരിക്കാം. ഇപ്പൊ നമ്മുടെ ആറ്റമിക രഹസ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പട്ടാളത്തിന്റെ രഹസ്യങ്ങളോ ഒരു സാധാരണക്കാരൻ ഒളിഞ്ഞു നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ, അവൻ ഏതെങ്കിലും വിധത്തിൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അവന് അവാർഡ് കൊടുക്കുമോ അതോ അവനെ ശിക്ഷിക്കുമോ? അവൻ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ഏതെങ്കിലും പട്ടാളക്കാരനെ സ്വാധീനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിൽ ശ്രമിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും അവനെ നമ്മൾ ഇന്നും ശിക്ഷിക്കുകയില്ല. അത് ജാതീയമായ ഉച്ചനീചത്വമൊന്നുമല്ല. ഒരു രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കണം. ഇങ്ങനെ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ചില ശാശ്വതമായ സത്യങ്ങളുണ്ട്, ചില ആവശ്യങ്ങളുണ്ട്. പക്ഷേ മറ്റു ചില ആവശ്യങ്ങൾ ഉള്ളവരാണ് ഇതിനെ എല്ലാം എടുത്ത് നശിപ്പിച്ച് നാനാവിധമാക്കി നമ്മളിൽ എത്തിച്ചത്. അപ്പൊ ആദ്യം തകർത്തത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ആത്മവിശ്വാസമാണ്. നിങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, നിങ്ങളിതാ ഇങ്ങനെയാണ്, നിങ്ങളിതാ ഇങ്ങനെയാണ് എന്ന് പലവട്ടം പറഞ്ഞാൽ അവിടെ നമ്മുടെ അഭിമാനം നശിക്കും. നമ്മൾ ഒരു അധ്യാപകരൊക്കെ ആദ്യം പഠിക്കുന്ന ഒരു തത്വമുണ്ട്, ഒരു കുട്ടിയോട് നീ കൊള്ളില്ല എന്ന് പറയരുത്, നീ നന്നാവില്ല എന്ന് പറയരുത്. കാരണം ഒരു 10 പ്രാവശ്യം കേട്ടാൽ അവൻ ആയുസിൽ നന്നാവില്ല എന്ന് ഉറപ്പാണ്. നീ നന്നാവില്ല, നീ കൊള്ളില്ല, നീ കുഴപ്പക്കാരനാണ് എന്ന് അവനോട് പറഞ്ഞാൽ അവൻ ഒരിക്കലും നന്നാവാനുള്ള തോന്നലുണ്ടാവില്ല. അത് വളരെ മനഃശാസ്ത്രപരമാണ്. ഇതറിഞ്ഞവരാണ് ഹൈന്ദവ സമൂഹത്തോട് പെരുമാറിയത്. നിങ്ങൾ കൊള്ളരുതാത്തവരാണ്, നിങ്ങളുടെ പൂർവികർ അങ്ങനെയാണ്. വിവേകാനന്ദ സ്വാമിയുടെ സാർദ്ധശതി ആഘോഷിക്കുന്ന സമയമാണിത്. ഒരാൾക്ക് അവരുടെ പൂർവികരിൽ അപമാനം തോന്നിയാൽ അവിടെ തുടങ്ങുന്നു അവന്റെ നാശം. അവന്റെ അവസാനം തന്നെ അവിടെയാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ കാര്യമാണ്. ആർക്ക് മുന്നോട്ട് പോകണമെങ്കിലും സ്വന്തം പൂർവികരിൽ അഭിമാനം വേണം. ആ അഭിമാനത്തോടു കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നിർഭാഗ്യവശാൽ സ്വന്തം പൂർവികരിൽ അഭിമാനം നഷ്ടപ്പെട്ടാൽ, ഒരുപക്ഷെ അഭിമാനിക്കാനുള്ള ഏറെ വസ്തുതകളുള്ള ഒരു സമൂഹം ഹൈന്ദവ സമൂഹമാണ്. പക്ഷെ നമുക്ക് പറ്റിയത് സ്വന്തം പൂർവികരിൽ നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിന് ആധുനിക വിദ്യാഭ്യാസവും നമ്മുടെ വേദേതിഹാസ പുരാണങ്ങളെ പോസ്റ്റ്മോർട്ടം നടത്തി വികലമാക്കി ഉപയോഗിച്ച ധാരാളം ആളുകൾ അതിന് വേണ്ടുന്ന സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെയാണോ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയൊക്കെ ഇതിനെ അതിജീവിക്കാൻ സമാജത്തെ പഠിപ്പിച്ചതെന്ന് മാത്രം നോക്കിയാൽ മതി. അവര് പുറമേയുള്ള ഒരു അറിവും ഉപയോഗിച്ചില്ല. അവരുപയോഗിച്ചത് നമ്മുടെ വേദങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ഒക്കെ തന്നെ അതേ വഴിയിലേക്ക് തന്നെയാണ്. മതത്തിൽ നിന്ന് ആട്ടി അകറ്റിക്കൊണ്ടല്ല, മതതത്വങ്ങൾ വികലമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, അതിലേക്ക് തന്നെ ശ്രദ്ധിപ്പിച്ചുകൊണ്ട് ആ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന സത്യം എന്താണോ, ശാശ്വത സത്യം എന്താണോ, അതിനെപ്പറ്റി തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിലേക്ക് തന്നെ ആ ഭക്തിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെയാണ് നമുക്കിടയിൽ അഭിമാനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ അബദ്ധങ്ങൾ മാറ്റാൻ സാധിച്ചത്. അപ്പൊ നമുക്ക് ശരിയായ വഴി അവിടെ തെളിച്ചു തന്നു. ആ വഴിയിലൂടെ മാത്രമേ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെയൊക്കെ ആ വളരെ ശക്തമായ നവോത്ഥാന പരിപാടികൾ ഇടയ്ക്ക് വെച്ച് പാളം തെറ്റിക്കും.
ഹൈന്ദവ ധർമ്മത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് എല്ലാം ഒന്നെന്ന് വിചാരിച്ചുകൊണ്ട് ആരെയും അകറ്റി നിർത്താതെയുള്ള നവോത്ഥാന പരിശ്രമങ്ങളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത ഇതൊക്കെ നടന്നത് എങ്കില് ഇടയ്ക്ക് വെച്ചതിന് പാളം തെറ്റി ഈ ധർമ്മത്തിൽ നിന്നെല്ലാം ആട്ടി അകറ്റുന്ന വിധത്തിൽ ഈ ധർമ്മമേ വേണ്ട എന്നുള്ള നിലത്തിലുള്ള പ്രചരണ പരിപാടികൾ വീണ്ടും അപമാനിക്കാനുള്ള പരിശ്രമം. ഹിന്ദു ഐക്യവേദിയുടെ 10ാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ഒരു സംഘടനയ്ക്ക് അതിന്റെ അധികാരമില്ലാത്ത സംഘടനകളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്താവുന്ന ഏറ്റവും വലിയൊരു പരിപാടിയായിട്ട് തിരുവനന്തപുരത്ത് സമാപിച്ചപ്പോൾ കേരളത്തിലെ വളരെ ബൗദ്ധികമായി ചിന്തിക്കുന്നവരുടേതായ ഒരു പ്രസിദ്ധീകരണം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബൗദ്ധിക വിഭാഗം ഇറക്കുന്ന ഒരു പല പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിന് ബുദ്ധിയുള്ളവർക്ക് വേണ്ടി മാത്രം, ചിന്തിക്കാൻ അറിയാവുന്നവർക്ക് വേണ്ടി മാത്രം ഇറക്കുന്ന ഒരു പ്രസിദ്ധീകരണം. ആ പ്രസിദ്ധീകരണം ആ പരിപാടിയെ നോക്കിക്കണ്ടത് വളരെ വേദനാജനകമായ ഒരു ലേഖനം അവരതിനകത്ത് എഴുതി. അതിലവർ എഴുതിയൊരു വാചകം ഉണ്ടായിരുന്നത്, കുമ്മനം രാജശേഖരനോ കെ പി ശശികലയോ ഒന്നും ഉറക്കം ഒഴിച്ചതുകൊണ്ടോ വേർത്തത് കൊണ്ടോ ഇവിടെ ഹിന്ദു സമൂഹം ഒന്നാകില്ല. ഞങ്ങളല്ല, ഒരുപാട് പേരിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനുള്ള സത്യമൊക്കെ മറന്നുണ്ട്. അതുകൊണ്ടൊന്നും ഇവിടെ ഹിന്ദു സമൂഹം ഒന്നാകില്ല. അതിന് കാരണം ഇവിടെ ഹിന്ദുക്കളെന്നൊന്നും ഇല്ലത്ര. ഈ കാലയളവിൽ അവർ എഴുതിയതാണ്. അതിന് ആധാരമായി പറഞ്ഞത് എന്താണെന്നറിയാമോ? 1700 അത്രയിൽ, എത്രയാണാവും എനിക്ക് കൊല്ലൊക്കെ മറന്നുപോയി, 1700 അത്രയിൽ വില്യം ലോഗൻ മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ടത്രേ, കേരളത്തിൽ 4 വിഭാഗം ആളുകളെ ഉള്ളൂ. 4 വിഭാഗം ആളുകളെ ഉള്ളൂ എന്ന് മലബാർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൂതരുണ്ട്, പിന്നെ പിശാചുക്കളെ ആരാധിക്കുന്നവരുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൂതരുണ്ട്. ക്രിസ്ത്യാനികളെ ആരാധിക്കുന്ന പിശാചുക്കളെ ആരാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ 4 വിഭാഗമേ 1700 അത്രയിൽ കേരളത്തിലുള്ളൂ. പിന്നെ എവിടുന്നാ ഇവരൊക്കെ വിചാരിച്ചാൽ, ഹിന്ദു ഐക്യവേദി വിചാരിച്ച അവിടെ ഹിന്ദുക്കളെ ഉണ്ടാക്കാൻ കഴിയുക? അപ്പൊ ഇന്നും സജീവമാണ്. ഹിന്ദുക്കളെന്നും ഇല്ല എന്നുള്ള പ്രചരണം അന്നത്തെ പോലെ ഇന്നും സജീവമാണ്. ഇവിടെയൊക്കെയാണ് നമുക്ക് കാലിടറിയത്. അപ്പൊ നമുക്ക് തന്നെ തോന്നി, ശരിയാ, നമ്മുടെ പൂർവികരൊക്കെ ചെയ്തത് തെറ്റാണെങ്കിൽ നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ആ തെറ്റിന്റെ അവകാശിയായി പോവില്ലേ നമ്മള്? അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളല്ല. നമുക്ക് തന്നെ നമ്മൾ മറ്റെന്തും പറയാം, പക്ഷെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്തോ ഇന്നും അത് തന്നെയാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാരെ വരെ ചിന്തിക്കുക നമുക്ക്. അവരെ നിങ്ങൾ എന്ത് തന്നെ തെറി വിളിച്ചാലും ഒരു കേൾക്കും, ഹിന്ദു എന്ന് മാത്രം വിളിക്കരുത്, ഹിന്ദു എന്ന് മാത്രം വിളിക്കരുത്. ബാക്കി എന്ത് തെറി പറഞ്ഞാലും അഭിമാനത്തോടു കൂടി കേൾക്കുകയും ഒരു പക്ഷെ ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് വരും. പക്ഷെ ഹിന്ദു എന്ന് വിളിച്ചാൽ ഏറ്റവും വലിയ അപമാനമായിട്ട് അവരത് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായ 3 തരം നേതാക്കൾ, 3 തരം MLA-മാർ, 3 തരം മന്ത്രിമാരേ ഉള്ളൂ എന്ന് സമാജം കണ്ടെത്തിയത്. മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതേതരക്കാരുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതേതരക്കാരും. ഹിന്ദു എന്ന് പറഞ്ഞൊരു സാധനമില്ല എവിടെയെങ്കിലും ഉണ്ടോ? കാരണം നമുക്ക് ആദ്യം നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ പണ്ടുള്ളവർ ചെയ്തൊക്കെ തെറ്റല്ലേ, അത് മുഴുവൻ അബദ്ധല്ലേ. അതിന്റെ ഭാഗം ഞാനും കൂടി അതിന്റെ നമ്മൾ നല്ലതാകുമ്പോഴല്ലേ അവകാശം പറ്റുള്ളൂ. കളക്ടർ നമ്മുടെ ബന്ധുവാണെന്ന് പറയും നമ്മൾ ചിലപ്പോ. ജില്ലാ കളക്ടർ എന്റെ ബന്ധുവാണ്. എന്താ ബന്ധം? എന്റെ ഭാര്യയുടെ അമ്മാവന്റെ ഏട്ടന്റെ അളിയന്റെ അനുജന്റെ അങ്ങനെ ഒരു ദിവസം നിൽക്കും ബന്ധം പറയാൻ. എന്നാലും ജില്ലാ കളക്ടർ എന്റെ ബന്ധുവാണ് അല്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസിൽ സൃഷ്ടിച്ചാൽ അത് നിങ്ങളുടെ ബന്ധുവെന്ന് കേട്ടുവല്ലോ. ഹേയ് അങ്ങനെ ഞങ്ങളുടെ ബന്ധുവെന്ന് അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. വകയില് അല്ലെ, വകയിലൊരു മകനായിട്ട് വരുന്നു വകയില്. കാരണം എന്താ വെച്ചാൽ ഹരിതാപുരാകുമ്പോ തള്ളിക്കളയാൻ എന്റെ ബന്ധുവല്ല എന്ന് സ്ഥാപിക്കാനാണ്. നേരെ മറിച്ച് നല്ല വലുതുമാണെങ്കിൽ ഞാൻ ഇന്ന ഒരു മൈലിന് നീണ്ട ബന്ധമാണെങ്കിൽ അതിന്റെ അഭിമാനം ഞാനും പറയും. അപ്പൊ നമുക്ക് ആദ്യം നമ്മളതിനെ തള്ളി പറയാൻ വേണ്ടി അഭിമാനമില്ലാതെ, അത് നമ്മൾ വിചാരിച്ച തലത്തിലൊന്നുമല്ല അതിന്റെ ഗവേഷണവും അല്ലെങ്കിൽ ഗൂഢാലോചനയും നടന്നിരിക്കുന്നത്. ഇന്നും ചിന്തിക്കുക, വളരെ ചെറിയൊരു കാര്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കുറച്ച് അമ്മമാരേ ഉള്ളൂ, എന്നാലും ചെറിയൊരു കാര്യം. അപ്പൊ നമുക്ക് ഈ ഫാഷൻ ഡേ ടു ഡേ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം. ഡേ ടു ഡേ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, നമുക്ക് എന്തെങ്കിലും ഈ വസ്ത്രത്തിലും അതിലൊക്കെ കാട്ടിക്കൂട്ടണം. അപ്പൊ നമ്മുടെ സ്ത്രീകൾക്ക് സാധിക്കേണ്ട ബ്ലൗസിന്റെ കയ്യെ ഒന്നുകിൽ ഇറക്കി കൊണ്ടുവരാം. ഒരു കാലത്ത് ഇതുവരെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ കയറ്റി കൊണ്ടുപോയി സ്ലീവേ ഇല്ലാത്ത വിധത്തിൽ സ്ലീവ്ലെസ് ആയിട്ട് മാറ്റാം. കയറുകയും ചെയ്യാം, ഇറങ്ങുകയും ചെയ്യാം. കുറച്ചു കാലം ഇറക്കി മടുത്താൽ നമ്മൾ കയറ്റാൻ പറ്റും. കയറ്റി മടുത്താൽ ഇപ്പൊ കഷ്ടിച്ച് ഇറക്കാൻ തുടങ്ങണ്ടെന്ന പല ഭാഗത്തുനിന്ന് പറഞ്ഞേക്കണം. ഇറങ്ങി വരുന്നുണ്ട്. പുരുഷന്മാരുടെ ഷർട്ടും ഇങ്ങനെയൊക്കെ തന്നെ. ചിലപ്പോൾ ആൺകുട്ടിയോട് കൈ പൊക്കിയാൽ എല്ലാം കാണാം സ്കൂളിലൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ കാണാം കുഴല് പോലെ പൊട്ട് വരെ ഇറക്കമുള്ള. കാരണം ഇത് അങ്ങോട്ടും കയറ്റി ഇറക്കുമല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ അതും മടുക്കും. പക്ഷെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ സ്ത്രീകൾ നെറ്റിയിൽ തൊടുന്ന പൊട്ട്, ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സ്ത്രീയുടെ മുഖത്ത് ഏറ്റവും ഐശ്വര്യമായി നമ്മൾ കാണുന്ന പൊട്ട്, ഒരു 10-20 കൊല്ലമായിട്ട് ഈ പൊട്ട് ശോഷിക്കാൻ തുടങ്ങിയിട്ട്. 20 പോരാ, ഇങ്ങനെ ചെറുതായി ഫാഷന്റെ ഭാഗമായിട്ടാണ് ചെറുതായി ഇപ്പൊ ഒരു 90%
അറിയണമെങ്കിൽ നെറ്റിയിലേക്ക് ടോർച്ചടിച്ച് ലെൻസ് പിടിക്കണം. ടോർച്ചടിച്ച് ലെൻസ് പിടിച്ചാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു പൊട്ടുണ്ട് എന്ന് കാണാം. 10-20 കൊല്ലായി ഇങ്ങനെ കുറഞ്ഞു വരുന്നത്. എന്താ കൂടി പോവാത്തത്? ബ്ലൗസിന്റെ കൈ ഇറങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞാൽ കയറി പോയാൽ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി വരും. ഈ ഫാഷൻ മാത്രം എന്താ വലുതായി വരാത്തത്? ഇത് ശോഷിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഫാഷൻ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ളത്. നെറ്റിയിൽ അതങ്ങനെ തെളിഞ്ഞ് കണ്ട അങ്ങനെ ഒരു അഭിമാനം ആർക്കും വേണ്ട. ഇതിപ്പോ മോശത്തിലാ തുടർന്നത്, വേറൊരാൾ നോക്കിയാൽ കാണാൻ പാടില്ല. തൊടണ്ടേ എത്ര തൊടുകയാണ്, തൊടണ്ടേ അവിടെ എവിടെയോ പലപ്പോഴും ഈ മൂക്കിനും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലുള്ള ഗൂഢാലോചനയും പ്രവർത്തനവും നടക്കുന്നുണ്ട്. എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടാത്ത ഈ ICUവിൽ കിടന്ന രോഗിയുടെ മാതിരി ശ്രദ്ധിക്കേണ്ടാത്ത ഒരു സ്ഥലവുമില്ല. ICU കിടക്കുന്ന രോഗിയുടെ എല്ലാം നോക്കണമല്ലോ, കാരണം ഏതാ എപ്പോഴാ വേരിയേഷൻ വരുന്നത് പറയാൻ പറ്റില്ല. ഇതുപോലും നമുക്ക് ശ്രദ്ധിക്കേണ്ടാത്ത ഒരു രംഗവും. നിരുപദ്രവമായ ഒരു തമാശ, ഒരു ചെമ്പരത്തിപ്പൂ പിടിച്ചിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, നമ്മളെന്താ പറയുക? ഇത്രയ്ക്ക് അയ്യോ എന്ന് ചോദിക്കൂലേ? വെറുതെ ഒരു ചെമ്പരത്തിപ്പൂ പൊട്ടിച്ച് നിന്നാൽ മതി. നമ്മുടെ മനസ്സിൽ ഇത്രയ്ക്ക് അയ്യോ എന്താ? ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചാൽ വട്ടാമാണ്. ഞാൻ എന്റെ ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് വട്ടന്മാരെയും കണ്ടിട്ടുണ്ട്, ഒരുപാട് നാട്ടാശുപത്രിയിൽ വരെ. പക്ഷെ എന്റെ അറിവുകളാണോ എനിക്കറിയാം, ഇതുവരെ പലതരം വട്ടന്മാരെ കണ്ടിട്ടുണ്ട്. തുണി ഉടുത്തവരുണ്ട്, ഉടുക്കാത്തവരുണ്ട്, ഉടുത്തത് കിറ്റി തീട്ടണവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്റെ ഈ കാലത്തിനിടയ്ക്ക് ഞാൻ സിനിമയിലും സീരിയലിലും അല്ലാതെ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച തരം വട്ടന്മാരെ എവിടെയും കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വട്ടിന്റെ വകഭേദം ഉണ്ടോ എന്ന് സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ ആയിട്ട് ചോദിക്കേണ്ടതാ. അങ്ങനെ ഒരു വട്ടിന്റെ വകഭേദം ഉണ്ടെന്ന് ഏതായാലും ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. പകരം ഞാൻ ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ച് ചിലരെ കണ്ടിട്ടുണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത്. അത് ഈ ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് പ്രസാദം കിട്ടുമ്പോൾ അതിൽ ചെമ്പരത്തിപ്പൂ ഉണ്ടാവും, ചെമ്പരത്തിന്റെ ഇതളുണ്ടാവും. പുരുഷന്മാര് മുടിയില്ലാത്തതുകൊണ്ട് അത് ചെവിയിലാണ് ഈ ചെമ്പരത്തിന്റെ ഇതൾ വെക്കുക. എത്ര എളുപ്പം നമ്മളെ പഠിപ്പിച്ചു ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചോ വട്ടനാന്ന്. ചെവിയിൽ ചെമ്പരത്തിപ്പൂ വെച്ചോ വട്ടനാന്ന് നമ്മളെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു. വളരെ നിരുപദ്രവം. അങ്ങനെ തമാശകളിൽ തുടങ്ങി, ചൊല്ലുകളിൽ തുടങ്ങി, പഴഞ്ചൊല്ല്, എന്തിലൊക്കെ നമ്മുടെ